ഹായ് ആൾ PSC ഹവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ PYQ സീരീസ് പാർട്ട് 1 പാർട്ട് 2 എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമ്മളൊരു 1.5 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന സാധനമാണ് ഞാൻ ഈ 10 മിനിറ്റ് വെച്ച് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എല്ലാവർക്കും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാർട്ടിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം: ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ്: കോൺവാലീസ് പ്രഭു, ഡൽഹൌസി പ്രഭു, വെല്ലസ്ലി പ്രഭു, കഴ്സൺ പ്രഭു. ആൻസർ വരുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. അടുത്ത ചോദ്യം: ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഓപ്ഷൻസ് വരുന്നത് ലാഹോർ, ബെൽഗാം, സൂററ്റ്, ബോംബെ. ഇതിൻ്റെ ആൻസർ വരുന്നത് ബെൽഗാമാണ്. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ബെൽഗാമിലാണ്. അടുത്ത ചോദ്യം: ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻസ്: മൗലാന അബ്ദുൽ കലാം ആസാദ്, ബഹദൂർ ഷാ, സയ്യിദ് അഹമ്മദ് ഖാൻ, മുഹമ്മദ് ഇക്ബാൽ. ആൻസർ വരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ചോദ്യം: ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: ചമ്പാരൻ സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, നിയമലംഘന സമരം, ഖിലാഫത്ത് സമരം. ഇതിന് ആൻസർ വരുന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻസ്: എബ്രഹാം ലിങ്കൺ, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, ക്ലെമന്റ് ആറ്റ്ലി, വിൻസ്റ്റൺ ചർച്ചിൽ. ആൻസർ വരുന്നത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. അടുത്ത ചോദ്യം: സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ്? മിൽക്കിയത്ത്, ഗിദ്മത്ത്, ദാമിൻ ഇ കോഹ്, ജംഗ്ലി. ആൻസർ വരുന്നത് ദാമിൻ ഇ കോഹാണ്. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമിയാണ് ദാമിൻ ഇ കോഹ്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഓപ്ഷൻസ്: ബക്സാർ യുദ്ധം, പ്ലാസി യുദ്ധം, പാനിപ്പത്ത് യുദ്ധം, മൈസൂർ യുദ്ധം. ആൻസർ വരുന്നത് ഏതാണ്? പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഇത്, പ്ലാസി യുദ്ധം. അടുത്ത ചോദ്യം: സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് റിപ്പൺ പ്രഭു, വില്യം ബെൻഡിക് പ്രഭു, ലിട്ടൺ പ്രഭു, നോർത്ത് ബ്രൂക്ക് പ്രഭു. ആൻസർ വരുന്നത് ഏതാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് പ്രഭു. അടുത്ത ചോദ്യം: സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ്: ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, സുഭാഷ് ചന്ദ്രബോസ്, ബിപിൻ ചന്ദ്രപാൽ. ആൻസർ വരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചത്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: സർദാർ വല്ലഭായ് പട്ടേൽ, ബിസ്മാർക്ക്, ഗാരിബാൾഡി, CR ദാസ്. ആൻസർ വരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമാണ് ബെൽഗാം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമാണ് ബെൽഗാം.
അടുത്ത ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലമന്റ് ആറ്റ്ലി. അടുത്ത ചോദ്യം, സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏത്? ദാമിൻ ഇ കോഹ്. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമിയാണ് ദാമിൻ ഇ കോഹ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ആൻസർ വരുന്നത് പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. അടുത്ത ചോദ്യം, സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ആൻസർ വരുന്നത് വില്യം ബെൻഡിക് പ്രഭുവാണ്. സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. അടുത്ത ചോദ്യം, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ആൻസർ വരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചത്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഡെൻറ്റൈൽ, ഇനാമൽ, കെരാറ്റിൻ, കൊളാജൻ. ആൻസർ വരുന്നത് ഏതാണ്? ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ വരുന്നത് 4, 2, 8, 6. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 4, 2, 8, 6. ആൻസർ വരുന്നത് എന്താ? സി ആണ്, 8 ആണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ വായിൽ ആകെ എത്ര പല്ലുകളാണുള്ളത്? 8 പല്ലുകളാണുള്ളത്. അടുത്ത ചോദ്യം, ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഓപ്ഷൻസ്: ജീവകം ബി, ജീവകം എ, ജീവകം ഡി, ജീവകം സി. ആൻസർ വരുന്നത് ജീവകം സി ആണ്. ആൻസർ വരുന്നത് ഏതാ? ജീവകം സി ആണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്ത്? കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ വരുന്നത് സുകൃതം പദ്ധതിയാണ്. ഏതാണ്? സുകൃതം പദ്ധതി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? ഓപ്ഷൻസ്: കുഷ്ഠം, മലമ്പനി, കോളറ, മന്ത്. ആൻസർ വരുന്നത് എ ആണ്. 1ഉം 3ഉമാണ് കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗം. 1ഉം 3ഉം കൊതുകുകൾ മുഖേന അല്ല. മലമ്പനി, മന്തും എന്താണ്? കൊതുകുകൾ മുഖേന ആണ്. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, വയനാട്. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, വയനാട്. ആൻസർ വരുന്നത് എന്താണ്? ബി, കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? എവിടെയാണ്? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? ഓപ്ഷൻസ്: 64%, 17.3%, 78%, 20.9%. ആൻസർ വരുന്നത് 78%. ആൻസർ വരുന്നത് ഏതാ? 78%. നൈട്രജന്റെ അളവ് എത്രയാണ്? 78%. എവിടെ? അന്തരീക്ഷ വായുവിൽ. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ഓപ്ഷൻസ്: വെണ്ട, വഴുതന, നെല്ല്, തെങ്ങ്. ആൻസർ വരുന്നത് തെങ്ങാണ്. ചന്ദ്രശങ്കര ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? തെങ്ങിൻ്റെ സങ്കരവർഗമാണ്.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ചോദ്യം ഒന്നുകൂടെ, താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ഓപ്ഷൻസ് മഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡാണ്. അടുത്ത ചോദ്യം, ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക വനദിനം എന്ന് ഓപ്ഷൻസ് മാർച്ച് 21, ഫെബ്രുവരി 21, ഡിസംബർ 11, സെപ്റ്റംബർ 26. ഇതിൻ്റെ ആൻസർ വരുന്നത് മാർച്ച് 21. ഓപ്ഷൻ എ മാർച്ച് 21 ലോക വനദിനം. അപ്പോൾ ഇതുവരെയുള്ളതൊന്നും കൂടി ഒന്ന് നോക്കാം. ഭാരതത്തിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേരെന്താണ്? ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേരെന്താണ്? ഇനാമലാണ്. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഒളിപ്പല്ലുകളുടെ എണ്ണമാണ് 8. അടുത്ത ചോദ്യം, ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ജീവകം സിയുടെ അഭാവമാണ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുകൃതം. താഴെ പറയുന്നവയിൽ 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ കുഷ്ഠം, കോളറ. കൊതുകുകൾ മുഖേനയുള്ള രോഗങ്ങളാണ് മലമ്പനി, മന്ത്. അടുത്ത ചോദ്യം, ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എത്ര? ആൻസർ വരുന്നത് 78%. അന്തരീക്ഷ വായുവിൽ നൈട്രജൻ്റെ അളവ് എത്ര ശതമാനമാണ്? 78%. അടുത്ത ചോദ്യം, ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ആൻസർ വരുന്നത് തെങ്ങ്. ചന്ദ്രശങ്കര തെങ്ങിൻ്റെ സങ്കരവർഗമാണ്. അടുത്ത ചോദ്യം, ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡാണ്. അടുത്ത ചോദ്യം, ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് ജെ തോംസൺ, ജോൺ ഡാൾട്ടൺ, ഏണസ്റ്റ് റുദർഫോർഡ്, നീൽസ് ബോർ. അപ്പോൾ ആധുനിക ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ജോൺ ഡാൾട്ടൺ ആണ്. അടുത്ത ചോദ്യം, സിങ്കിൻ്റെ അയിര് ഏത്? സിങ്കിൻ്റെ അയിര് ഏത്? ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, കുപ്രൈറ്റ്, കലാമിൻ. സിങ്കിൻ്റെ അയിര് ഏത്? ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, കുപ്രൈറ്റ്, കലാമിൻ. ഓപ്ഷൻസ്, ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? കലാമിൻ ആണ്. സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിൻ. അടുത്ത ചോദ്യം, കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ചോദ്യം ഒന്നുകൂടെ, കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഓപ്ഷൻസ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ. ആൻസർ വരുന്നത് ഏതാണ്? ഹീലിയമാണ്. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയമാണ്. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻസ് വരുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം. അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജനാണ്. അടുത്ത ചോദ്യം, വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? എവിടെയാണ്? വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ് വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. സിങ്കിൻ്റെ അയിരിൻ്റെ പേരാണ് കലാമിൻ. കാലാവസ്ഥാ ബലൂണുകൾ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അടുത്ത ചോദ്യം, വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ചോദ്യം ശരിയല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് ദൂരം ഈസ് ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം, വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം, വേഗത ഈക്വൽ ടു ദൂരം ഇൻറ്റു സമയം, സമയം ഈസ് ഈക്വൽ ടു ദൂരം ബൈ വേഗത. ആൻസർ വരുന്നത് ഏതാണ്? സി ആണ്
തെറ്റായ ഓപ്ഷൻ. ശരിയായ ആൻസേഴ്സാണ് ദൂരം ഈസ് ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം, വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം, സമയം ഈക്വൽ ടു ദൂരം ബൈ വേഗത. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ് ജൂള്, വാട്ട്, ന്യൂട്ടൺ, ആംപിയർ. ആൻസർ വരുന്നത് ഏതാണ്? ജൂളാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരേതാണ്? ഓപ്ഷൻസ് നാസ, RSA, CNSA, ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ISRO. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഓപ്ഷൻസ് 38 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി സെൽഷ്യസ്, 39 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ചോദ്യം, ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം F, പവർ P തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് P ഈക്വൽ ടു 1/F, P ഈക്വൽ ടു F, P ഈക്വൽ ടു 1/2, P ഈക്വൽ ടു 2F. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, P ഈക്വൽ ടു 1/F. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് വേഗത ഈസ് ഈക്വൽ ടു ദൂരം ഇൻറ്റു സമയമാണ്. ശരിയായതാണ് ദൂരം ഈസ് ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം, വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം, സമയം ഈസ് ഈക്വൽ ടു ദൂരം ബൈ വേഗത. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ISRO. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ്. അടുത്ത ചോദ്യം, ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം Fഉം പവർ Pയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ആൻസർ വരുന്നത് P ഈക്വൽ ടു 1/F ആണ്. അപ്പോൾ താങ്ക് യു.